മണി പ്ലാന്റ് ഇങ്ങനെ തൂക്കിയിട്ട് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഇത് ഞാൻ ജസ്റ്റ് താഴെ പ്ലേസ് ചെയ്തേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതുപോലെ ഹാങ് ചെയ്തിട്ടപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഈ ഒരു പ്ലാന്റിൻ്റെ വീഡിയോസ് ഞാൻ അധികം തന്നെ കാണിച്ചിട്ടില്ല. അപ്പോൾ അവൻ്റെ പരാതി അങ്ങ് തീർത്തു കൊടുത്തു. അഗ്ലോണിമ ഞാൻ ഏത് പോട്ടിൽ നട്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ ഒരു പോട്ടിലാണ് നട്ടു കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്ത ആ ഒരു പോട്ടിൽ ഞാൻ സ്പൈഡർ പ്ലാന്റ് ആണ് നട്ടു കൊടുത്തത്. എനിക്കൊന്ന് അഗ്ലോണിമേനെക്കാളും കൂടുതൽ ഭംഗിയായ സ്പൈഡർ പ്ലാന്റ് ആ തോന്നി ഈ ഒരു പോട്ടിൽ. DAP ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്ഡേഷൻസ് അറിയണ്ടേ? ഓർക്കിഡിൽ നമ്മൾ അന്ന് തന്നെ ഒരു പൂവുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയിട്ട് 2 എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഓർക്കിഡിലാണെങ്കിലും 3 വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല, മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്നൊക്കെ പൂക്കൾ കൊഴിഞ്ഞു പോകണേ. അതിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കട്ടെ, ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത് ഞാൻ അധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോഴാണ് കാണുന്നത്. ഇത് വേനൽക്കാലം ആകുമ്പോൾ നിറച്ചും മുട്ടാണ്. ഇതിൻ്റെ അകത്ത് മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ 2-3 ഉള്ളേ. റോസയിലൊക്കെ ആണെങ്കിലും മുകളങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഫുൾ പ്രൂൺ ചെയ്തായിരുന്നല്ലോ, ഇപ്പോഴത്തെ മുഴുവൻ പൊട്ടി മുളച്ച് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ടിലാണെങ്കിൽ മുട്ടുമുണ്ട്. ഇനി ബാക്കിയെല്ലാം വരുമ്പോഴും മുട്ടായിട്ട് വന്നോളൂ കേട്ടോ. കാലേഡിയംസ് എല്ലാം എനിക്ക് എന്തായാലും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, എനിക്ക് കുറേ ഇലകളും ഒക്കെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റി നട്ടയാണല്ലോ. ഇത് പിടിച്ച് കിട്ടിയെന്നുള്ള സൂചനയ്ക്കായിട്ട് എനിക്കൊരു ഇല തന്നിട്ടുണ്ട്. വിൻകാറോസ് അതുപോലെ തന്നെ എൻ്റെ ഇരിക്കുന്നൊരു വൈറ്റ് ബോൾസവും തേടാ മുട്ടിട്ട് നിൽക്കുന്നു. ഇതൊന്നും വേനൽക്കാലത്ത് പൂവിട്ടില്ലായിരുന്നു. അത് ഞാൻ തണലത്ത് മഴയത്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ പൂവിട്ട് നിൽക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല. അതുങ്ങൾക്ക് ഇപ്പോഴായിരിക്കും പൂവിടാൻ തോന്നിയത്. എന്നാലും അതുങ്ങൾ വേനൽക്കാലത്ത് പൂവിട്ടിട്ടില്ലായിരുന്നേ.